Hello, my dear friends. Good morning. Welcome back to our chemistry class. Today we are going to start our sixth lesson, combustion and flame. From this lesson, we will be learning about the chemical process of burning, that is combustion, and types of combustion, flame, fuels, etc. Children, we are using different kinds of fuel for various purposes. At home, in industry, and for running automobiles. Cow dung, wood, LPG. These fuels are using at home. Petrol, diesel. These fuels are used for running automobiles. Coal, charcoal, CNG, etc. are used in industries for running various engines. So, we are familiar with lots of fuels. Children, what is the difference between the burning of a candle and the burning of a fuel like petrol, diesel or coal? What is the difference between these two? What is the difference between the burning of coal and the burning of candle? അല്ലേ, മെഴുകുതിരി കത്തിക്കുക, നമ്മളൊരു ക്യാൻഡിൽ കത്തിക്കുന്നുണ്ട്. അതുപോലെ ബേണിംഗ് ഓഫ് കോൾ മീൻസ് കോള് ബേൺ ചെയ്യുക, അതായത് കത്തുകയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? യെസ്, കാൻഡിൽ ബേൺസ് വിത്ത് എ ഫ്ലെയിം വെറാസ് കോൾ ഡസ് നോട്ട്. അല്ലേ, കാൻഡിൽ എന്താണ്? നമ്മൾ കാൻഡിൽ കത്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഫ്ലെയിം കാണാൻ പറ്റും. സോ കാൻഡിൽ ബേൺസ് വിത്ത് എ ഫ്ലെയിം ബട്ട് കോൾ ഡസ് നോട്ട്. കോൾ കത്തിക്കുകയാണെങ്കിൽ അതെന്താ ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക, അല്ലേ? അതിനൊരു ഫ്ലെയിം ഒന്നുമില്ല, പക്ഷേ നമുക്ക് എന്ത് അനുഭവപ്പെടും? നല്ല ചൂട് അനുഭവപ്പെടും. സിമിലർലി വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ചാർക്കോൾ, ഇറ്റ് ഈസ് ആൾസോ burn without flame. Many fuels are burned without flame, but some fuels are burned with flame. So, let us study the chemical process of burning and the type of flame produced during this process. From this lesson, we will be learning about the chemical process of burning. Children, what is meant by combustion? കമ്പഷൻ മീൻസ് ജ്വലനം. മലയാളത്തിൽ നമ്മൾ ജ്വലനം എന്നാണ് പറയുക. വാട്ട് ഈസ് മീൻ ദാറ്റ്? ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ്. എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഗിവ് ഓഫ് ഹീറ്റ് ഈസ് കാൾഡ് കമ്പഷൻ. വൺസ് അഗെയിൻ, ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ്. കമ്പഷൻ ഈസ് എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഗിവ് ഓഫ് ഹീറ്റ് ഈസ് കാൾഡ് കമ്പഷൻ. അതായത് ഒരു സബ്സ്റ്റൻസ് ഓക്സിജനുമായിട്ട് റിയാക്റ്റ് ചെയ്യുക, അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കമ്പഷൻ. ദ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോസ് കമ്പഷൻ ഈസ് സെഡ് ടു ബി കമ്പസ്റ്റിബിൾ. ഇനി ഏത് സബ്സ്റ്റൻസ് ആണോ കമ്പഷന് വിധേയമാകുന്നത്, അതായത് നമ്മളത് ഏത് സബ്സ്റ്റൻസ് ആണോ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദാറ്റ് സബ്സ്റ്റൻസ് ആർ നോൺ ആസ് കമ്പസ്റ്റിബിൾ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഫ്യൂവൽ. അതിനെന്തും പറയാം ഫ്യൂവൽ. അതായത് ഫ്യൂവൽസ് ആണ് നമ്മൾ കത്തുന്നത്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? കത്തുക എന്ന് മീൻ ചെയ്യുന്നത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കമ്പഷൻ മീൻസ് ഇറ്റ് ഈസ് എ process. It is a chemical process in which a substance react with oxygen to give off heat. അതായത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുക, അതാണ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ്. കമ്പഷൻ മീൻസ് എ കെമിക്കൽ പ്രോസസ് ദാറ്റ് give off heat by reacting a substance with oxygen. The fuel may be solid, liquid or gas. Sometimes light is also given off during combustion, either as a flame or as a glow. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്സിജനായിട്ട് ഒരു സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ദാറ്റ് മീൻസ് കമ്പഷൻ. ദ സബ്സ്റ്റൻസ് അണ്ടർഗോ
the substance undergoes combustion, that is combustible substance. So all fuels are combustible. So fuels, it may be solid, liquid or gases. അതായത് നമ്മൾക്കറിയാം ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ കത്തുന്നതാണ്, ദാറ്റ് പ്രൊഡ്യൂസ് ഹീറ്റ്. സോ ഇറ്റ് മേ ബി എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസസ്. ഓക്കെ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി ചില ഫ്യൂവൽസ് എന്ത് ചെയ്യും, ദാറ്റ് പ്രൊഡ്യൂസ് ഫ്ലെയിം ഓർ ഇറ്റ് പ്രൊഡ്യൂസ് എ ഗ്ലോ, അല്ലേ? ഇപ്പോൾ കോളിൻ്റെ കേസിൽ എന്താണ്, അതൊരു ഗ്ലോ ആണ്, അതായത് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യില്ല, പക്ഷേ അതെന്താണ്, നല്ല റെഡ് ഹോട്ടായിട്ടിരിക്കും. അതിൻ്റെ അടുത്ത് പോയാൽ നമുക്കത് നല്ല ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ കമ്പഷൻ ഈസ് എ കെമിക്കൽ പ്രോസസ്. ചിൽഡ്രൻ, ലുക്ക് ഇൻ ടു ദ ടേബിൾ 6.1. There are some materials. We want to classify that materials into combustible and non-combustible substances. That is, combustible means that undergoes combustion. അതായത് കത്തുന്ന സാധനങ്ങളെ നമ്മൾ combustible substances എന്ന് പറയുക. Others are non-combustible. So, look into the table. First one, wood. Wood, is it combustible or non-combustible? Yes, definitely it is combustible. Wood, we are using wood for cooking and other purposes. So it is a combustible substance. Wood is a combustible substance. The next one, paper. Paper also combustible one. It catch very easily the fire, isn't it? Next one, iron nails. Is it combustible or non-combustible? Yes, definitely it is a non-combustible one. Iron nails are non-combustible because it does not produce heat or light after reacting with the oxygen. Okay. The next one, kerosene oil. It is a fuel. Definitely it is a combustible substance. When we are applying heat into kerosene or when we are lightening that oil, it definitely catch fire. So it is a combustible substance. The next one, stone piece. Is it combustible or non-combustible? Yes, it is a non-combustible substance. Stone piece is a non-combustible one. Then straw. Straw means vaikol ആണ് കേട്ടോ, വൈക്കോൽ. Is it combustible or non-combustible? Yes, it is a combustible substance. Then charcoal. Charcoal is also a combustible substance. Matchsticks, it is also a combustible substance. Glass. Glass is a non-combustible substance. So, substances are two types, combustible and non-combustible. Combustible means the substance that undergoes combustion is said to be combustible. അതായത് കത്തുന്ന സാധനങ്ങളെയാണ് എന്ത് പറയുക, നമ്മൾ കത്തുന്ന സാധനങ്ങളെയാണ് എന്ത് പറയുക, കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുക. അല്ലാത്തത് നോൺ കമ്പസ്റ്റിബിൾ ആണ്. We learned that process combustion. It is a chemical process in which a substance reacts with oxygen to give off heat is called combustion. And the substance which undergoes combustion is said to be combustible substance. We are identified many combustible substances, and most of the combustible substances are fuel. Okay, it exists in the form of solid, liquid or gases. Children, in the next class we are going to discuss the factors or the conditions under which combustion takes place. ഇനി കമ്പഷൻ നടക്കാൻ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് വേണ്ടതെന്ന് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. So today we learned the process combustion and the combustible substance. Children, you should read the textbook and you can ask your doubt at the time of the discussion. Thank you.